സിംഗപ്പൂരിലോട്ട് വരാൻ ആകെ ചിലവായത് 1000 രൂപയുടെ അടുത്ത് മാത്രമാണ്. എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? നിങ്ങൾ കുറേ പേർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ ആരാണ്, ഞാൻ എങ്ങനെ സിംഗപ്പൂർ എത്തിയെന്നുള്ളത്. അപ്പം ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂരിലെ കൂനമിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ നാട്. പിന്നെ ഞാൻ എങ്ങനെ സിംഗപ്പൂർ എത്തി? 2016 എൻ്റെ +2 പഠനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പഠിക്കുന്ന ടൈമിൽ തന്നെ +2 ഒരു പുള്ളിക്കാരൻ ഒരു ഏജൻറ്റ് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ സിംഗപ്പൂർക്ക് പോവാം, അവിടെ പഠിക്കാം, സ്കോളർഷിപ്പ് ഉണ്ട്, പബ്ലിക് കോളേജാണ്, പാർട്ട് ടൈം ചെയ്യാം, ജോലി കിട്ടുമെന്നൊക്കെ പറഞ്ഞു വന്നു. അത് വീട്ടിൽ പോയിട്ട് പറഞ്ഞു. അപ്പം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വീട്ടിലെ അല്ലെങ്കിൽ ഫാമിലിയിലെ പഠിപ്പും വിവരമുള്ള ചേട്ടന്മാരുടെ അടുത്ത് കാര്യങ്ങൾ വെച്ചപ്പോൾ അവർ പറഞ്ഞു അതെ പബ്ലിക് കോളേജാണ്, ലീഗലി പാർട്ട് ടൈം ചെയ്യാം, സ്കോളർഷിപ്പ് ഉണ്ട്, ഗ്രാൻഡ് ഉണ്ട്, ബോണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാനും വിചാരിച്ചൊക്കെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സിംഗപ്പൂരിലെ റിപ്പബ്ലിക് പോളിംഗ് എന്ന് പറഞ്ഞ കോളേജിലോട്ടാണ് ആദ്യം ട്രൈ ചെയ്തത്. പക്ഷേ അവിടെ IELTS വേണമായിരുന്നു. അങ്ങനെ IELTS ട്രൈ ചെയ്തു. ആദ്യത്തെ ട്രൈ അടപടലം മൂഞ്ചി. രണ്ടാമത്തെ ട്രൈൻ്റെ ഉള്ളിൽ തന്നെ റിപ്പബ്ലിക് പോളിയിലെ ടൈം, അതായത് അഡ്മിഷൻ ടൈം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അടുത്ത ഓപ്ഷൻ തമാസക് പോളി എന്ന സ്ഥലത്ത് 1 ഇയർ ചെന്നൈയിൽ പഠിച്ച് 2 വർഷം സിംഗപ്പൂരിൽ പഠിക്കാനൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതെൻ്റെ വീട്ടുകാർക്ക് അത്ര പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു എന്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പഠിക്കാൻ പോയിക്കൂടാന്ന് ചോദിച്ചു. അത് ഏജൻറ്റിനും പിടിച്ചില്ല. ആൾ പറഞ്ഞു അങ്ങനെ പഠിക്കാൻ പോകാൻ പറ്റത്തില്ല, ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ചെന്നൈ വഴി പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ പിന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് വീട്ടിലോട്ട് വന്നു. ഒന്ന് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞപ്പം കോളേജിൻ്റെ വെബ്സൈറ്റ് കിട്ടി. ഡയറക്റ്റ് കോളേജിലോട്ടൊരു മെയിൽ അയച്ചു, ഇങ്ങനെ ഒരു ഏജൻറ്റ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഉണ്ടായ എന്താ പറയുക റിപ്ലൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത് ഞാൻ പിന്നൊരു വീഡിയോയിൽ പറയാം. അങ്ങനെ റിപ്ലൈ വന്നു, കോളേജിൽ പറഞ്ഞു ഇല്ല ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ മൊത്തം ഡീലിങ് നടന്നത് കോളേജുകാർ ഞാനായിട്ടാണ്, ഇൻ ബിറ്റ്വീൻ ഏജൻറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സിംഗപ്പൂരിലോട്ട് വരാൻ ആകെ ചിലവായത് 1000 രൂപയുടെ അടുത്ത് മാത്രമാണ്. ഏത് പബ്ലിക് കോളേജിൽ പഠിക്കാനായിട്ട് വന്ന പ്രോസസ്സിംഗ് ഫീ എന്ന് പറയണം കേട്ടോ. അത് പ്രോസസ്സിംഗ് ഫീ അല്ല, ഒരു കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് സിംഗപ്പൂരിലേക്ക് DHL വഴിയോ എന്താ പറയുക നമ്മുടെ നാട്ടിലത്തെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ വേണ്ടിയിട്ട് ചിലവായ എമൗണ്ടാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു. ഓഫർ ലെറ്റർ വന്നു, അപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞു. കോളേജിൽ 3 വർഷം പഠിച്ചു. 2020 പാസ് ഔട്ടായി. ആ സമയത്താണ് കൊറോണ വന്നത്. കൊറോണ വന്ന് പിന്നെ നമുക്ക് ജോലി കിട്ടാൻ കുറച്ച് പാടുണ്ടായിരുന്നു. എന്നാൽ വിത്തിൻ ഒരു 3 to 4 months നമുക്ക് മൈക്രോൺ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി. ജോലി എന്ന് പറയുന്നത് ടെക്നീഷ്യനായിട്ടാണ് ഞാൻ കയറിയത്. ലെവൽ 1 ടെക്നീഷ്യൻ കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ അവിടെ 4-5 വർഷമായി. അതിൻ്റെ തുടക്കത്തിൽ തന്നെ ജോലിക്ക് കയറി 6 മാസത്തിനുള്ളിൽ PR-ന് അപ്ലൈ ചെയ്തു. അതായത് 2020 ജോലിക്ക് കയറി, 2020 അവസാനം PR-ന് അപ്ലൈ ചെയ്തു. 2022 ഏകദേശം അവസാനമായപ്പോൾ PR അപ്രൂവ് ആയി. അപ്പോൾ മൊത്തം സിംഗപ്പൂർ ഇപ്പോൾ 9 വർഷമായി. PR കിട്ടിയിട്ട് 4 വർഷത്തിന് മുകളിലായി. ഇപ്പം ഞാൻ സെയിം മൈക്രോൺ സെമി കണ്ടക്ടർ കമ്പനിയിൽ തന്നെ സീനിയർ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.